ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഇടിയിറച്ചി റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഇനി നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ആ കടുകൊക്കെ ഒന്ന് നല്ല രീതിയിൽ പൊട്ടി വരട്ടെ. പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വറ്റൽ മുളകൊന്നും ഇടണ്ട, ഒരു 1-2 എണ്ണം അത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് എടുത്തേക്കുന്നത് കുഞ്ഞുള്ളിയില്ലേ, കുഞ്ഞുള്ളിയാണ്. അപ്പോൾ അതിങ്ങനെ റൗണ്ടിന് അരിഞ്ഞിട്ട് അതാണ് കേട്ടോ ഇട്ടത്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിനിടയ്ക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെളുത്തുള്ളി ഇടണമല്ലോ, അതുകൊണ്ടാട്ടോ അതിൻ്റെ കൂടെ കയറി വന്നേണേ. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ട് 2-3 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തേക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഇടയ്ക്ക് ചാടി കയറി വന്ന വെളുത്തുള്ളിയുടെ ബാലൻസ് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവണം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഈ ഉള്ളി വയ്ക്കുന്നത് നന്നായിട്ട് വഴഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ആദ്യമേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് തക്കാളി, നമ്മൾ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ ഒരു മുളക് പൊടിയുടെയും ആ പൊടി ഐറ്റംസിൻ്റെയൊക്കെ ഒരു മണമൊന്ന് പച്ച മണമൊന്ന് മാറാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അത് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് തിളപ്പിച്ച വെള്ളം അതുകൂടി ഇട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് നല്ല രീതിയിൽ തിളച്ച് വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇത് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ, ഇടിയിറച്ചി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് അവർ തന്നത്. നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത് കേട്ടോ. ഇനി നമ്മുടെ ഈ ഗ്രേവി ജസ്റ്റ് ഒന്ന് കുറുക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഇടിയിറച്ചി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മിക്സിയിൽ നമുക്കിങ്ങനെ പൊടിച്ചെടുത്താലേ ഒരു പരുവത്തിന് കിട്ടുള്ളൂ. ഞാൻ ആദ്യം ഇങ്ങനെ കൈവച്ച് പിച്ചെടുക്കാൻ നോക്കിയത്, പക്ഷേ അത് പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഇറച്ചി ഓൾറെഡി അവർ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഒരുപാട് അങ്ങനെ അങ്ങ് വേവണ്ട. എന്നാലും ആ ഒരു ഗ്രേവിയും ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സായി ആ ഒരു ഫിക്സ് ആവണമല്ലോ. ഇനി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പരുവം ഒന്ന് കറക്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നല്ല രീതിയിൽ ഇതൊന്ന് ആയി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഡ്രൈ പരുവത്തിനാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ചൂടോട് തന്നെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. നമുക്കിത് ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ദോശയുടെ കൂടെ ആണെങ്കിലും ഫുഡ് ഏതിൻ്റെ കൂടെ ആണെങ്കിലും ഇത് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.